കടുവയും കാളകളും. ഒരിടത്തൊരു സമയത്ത് ഒരു ഘോര വനത്തിൽ 4 കാളകൾ താമസിച്ചിരുന്നു. അവരെപ്പോഴും ഒരുമിച്ചിരുന്നു. അത് കാരണം കാട്ടിലെ ഒരു ജീവിയും അവരെ ആക്രമിക്കാൻ വരത്തില്ലായിരുന്നു. പേടിയുള്ള അതേ ജീവികളിൽ ഒരാളായിരുന്നു കടുവ. കടുവ വേട്ട ചെയ്യാൻ വരുമ്പോൾ അവർ 4 പേരെയും ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ വിഷമത്തോടെ അവൻ തിരിച്ചു പോകുമായിരുന്നു. അത് ശരി, ഈ 4 പേരും എപ്പോഴും ഒരുമിച്ചാണ്. ഞാൻ എങ്ങനെ ഇവരെ കൊല്ലാനാ? നാളെ വീണ്ടും വന്ന് നോക്കാം. ഒരു ദിവസം 4 കൂട്ടുകാരും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കി. കൂട്ടുകാരെ, ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത് തന്നെ ഒരു മൈതാനമുണ്ട്. അവിടത്തെ പുല്ലുണ്ടല്ലോ, നല്ല രുചിയാ. ഇന്ന് നമ്മൾ അങ്ങ് പോയി പുല്ല് തിന്നാലോ? ആണോ? ഓഹോ, പോകാമല്ലോ. സമയം പാഴാക്കരുത്, പെട്ടെന്ന് പോകാം. ആ പുല്ലിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെ എന്റെ വായിൽ വെള്ളം വന്നു. ഇവൻ തീറ്റി പണ്ടായിരുന്നു തന്നെ. ആ, ശരിയാ പറഞ്ഞത്. 4 കൂട്ടുകാരും ആ പുല്ലുള്ള മൈതാനത്തേക്ക് നീങ്ങി. വഴിയിൽ അവർ കുറുക്കനെ കണ്ടു. അവരെ കണ്ടതും അവൾ ഓടി രക്ഷപ്പെട്ടു. അവരവരുടെ ലോകത്ത് ആഹ്ലാദിച്ച് നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ആ മൈതാനത്തിലെത്തി. 4 പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അവരാ പുല്ല് തിന്നാൻ തുടങ്ങുമായിരുന്നു. അവരിലൊരു കാള പറഞ്ഞു, തടിയാ, നീ ഒരു കാര്യം ചെയ്. ഞങ്ങൾ ആദ്യം പുല്ല് തിന്നാം. നീ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. എന്തിന്? ഞാൻ എന്തിന് കാവല് നിൽക്കണം? എനിക്കും വിശക്കുന്നുണ്ടല്ലോ. നിനക്ക് തിന്നാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് നീ സമാധാനത്തോടെ കഴിച്ചു. ഞാൻ നിങ്ങളുടെ വേലക്കാരനല്ല. ഞാൻ കാവൽ നിൽക്കില്ല. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ കഴിക്കും. അതെ അതെ, ഇവൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമോ? അതെ, അത് നല്ലൊരു കാര്യമല്ല. നീ ആദ്യം കാവല് നിൽക്ക്. നീ ആരാന്നാ നിന്റെ വിചാരം? നീ പറയുന്നതേ നടക്കാവുന്നുണ്ടോ? നിനക്ക് എന്നോട് ഇത്രേ ശല്യമാണെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോ. എപ്പോഴും ആജ്ഞാപിച്ചോണ്ടിരിക്കും. അതെ അതെ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിനക്ക് ആവശ്യമില്ലെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് നിന്റെ ആവശ്യമില്ല. പോ ഇവിടെന്ന്. ആ, പൊക്കോ പൊക്കോ. എനിക്കിവിടെ ആരുടെയും ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടത്തെ എന്റെ കാര്യം നോക്കിക്കോളാം. എല്ലാരും പൊക്കോ ഇവിടെന്ന്. ഇതുപോലെ 4 പേരും വഴക്കായി. കടുവയാണെങ്കിലോ ഈ അവസരം നോക്കിയിരിക്കുമായിരുന്നു. അവർ 4 പേരും തെറ്റിപ്പിരിഞ്ഞ് പിന്നെ കടുവ അവരെ വേട്ട ചെയ്യുമെന്ന്. ഇന്നും അവൻ പുല്ലിന്റെ ഇടയിൽ ഒളിച്ചിരുന്നു. എല്ലാം ശ്രദ്ധിക്കുമായിരുന്നു അവൻ. ഇതൊരു നല്ല അവസരമാണ്. ഞാൻ ഇന്ന് 4 പേരെയും ഒന്നൊന്നായി തീർക്കും. എന്റെ വയറ് നിറയ്ക്കും. ഇതുപോലെ അവർ പുല്ല് തിന്നാൻ വേണ്ടി 4 വഴിയിലേക്കും പോയി. അവസരം കിട്ടിയതും കടുവ അവരെ ആക്രമിച്ചു. ഒന്നൊന്നായി 4 പേരെയും അവൻ കൊന്നു. അവർ 4 പേരും ഒന്നായിരുന്നപ്പോൾ എല്ലാവർക്കും അവരുടെ അടുത്ത് പോകാൻ പേടിയായിരുന്നു. പിന്നെ ഇന്ന് വഴക്കായതും അവർക്ക് 4 പേർക്കും അവരവരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടല്ലേ പറയുന്നത് ഐക്യമത്യം മഹാബലമെന്ന്. അപ്പോൾ കുട്ടികളെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കണമെന്ന്. എന്നാൽ നമ്മൾ ഏതൊരു വിഷമഘട്ടത്തിലും നമ്മൾ ഒരുമിച്ചായിരുന്നാൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ വിജയം എപ്പോഴും നിങ്ങൾക്ക് തന്നെയായിരിക്കും. മാലാഖേ, നീ വളരെ ശരിയാ പറഞ്ഞത്. എടാ, നീ ഇന്നലെ സോനുമായിട്ട് വഴക്കിട്ടില്ലേ? അവനെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ട്. അതെ, പക്ഷെ ഇന്ന് ഞാൻ അവനോട് ക്ഷമ പറയുമല്ലോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങും. എന്നിട്ട് എതിർ ടീമിനെ ഞങ്ങൾ തോൽപ്പിക്കും. ആ, ശരിയാണ്. കാരണം ഐക്യമത്യം മഹാബലം.